ചില കുറ്റക്കാർക്ക് കോടതി രസകരമായ ശിക്ഷകൾ വിധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാത്ത് ടബ് ശിക്ഷ. 2011 അമേരിക്കയിലെ ഒഹായോയിലാണ് സംഭവം. വെള്ളപ്പൊക്കത്തിന്റെ മുന്നറിയിപ്പുകൾ കാര്യമാക്കാതെ 2 പേര് നദിയിൽ തുഴയാൻ പോയി. തിരിച്ചെത്തിയപ്പോൾ അധികൃതർ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചെയ്ത കുറ്റം സമ്മതിക്കുന്നതിന് പകരം അവർ അധികൃതരെ പറഞ്ഞ് പറ്റിക്കാനാണ് ശ്രമിച്ചത്. അതോടെ കേസ് കോടതിയിലെത്തി. കോടതി അവർക്ക് തടവ് ശിക്ഷ വിധിച്ചു. തടവ് ശിക്ഷ വേണ്ടെങ്കിൽ മറ്റൊരു രസികൻ ശിക്ഷ അനുഭവിച്ചാലും മതി. കുട്ടികളെ കുളിപ്പിക്കുന്ന ബാത്ത് ടബില്ലേ, അതില് ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് കയറി നിൽക്കുക. സുരക്ഷയുടെ പ്രാധാന്യം വിശദമാക്കുന്ന ലഘുലേഖകൾ ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണം. കുറ്റക്കാര് 2ാമത്തെ വഴി തന്നെയായിരുന്നു കേട്ടോ തിരഞ്ഞെടുത്തത്. പിന്നെ മലകയറ്റം. മല കയറാനും നടക്കാനും പറ്റുമോ? എങ്കിൽ ജയിലിൽ കിടക്കണ്ട. 2015 അമേരിക്കയിലെ ഒരു കേസിന്റെ വിധിയായിരുന്നു ഇത്. ഹൈക്കിങ്ങിനൊപ്പം 30 മൈൽ ഏകദേശം 49 കിലോമീറ്റർ നടന്നാൽ ശിക്ഷ ഒഴിവാക്കാത്രേ. അല്ലെങ്കിൽ 30 ദിവസം ജയിലിൽ കിടക്കണം. വിക്ടോറിയ ബാസ്കോം എന്നൊരാൾക്കാണ് ഹൈക്കിംഗ് ശിക്ഷ കിട്ടിയത്. 30 മൈൽ യാത്ര ചെയ്തിട്ട് യാത്രാക്കൂലി കൊടുക്കാതെ മുങ്ങിയതായിരുന്നു കുറ്റം. ജയിലിൽ കിടക്കുന്നതിലും ഭേദാണല്ലോ ഹൈക്കിംഗ്. വിക്ടോറിയ ബാസ്കോം ശിക്ഷ നടന്നു തന്നെ തീർത്തു. സോറി ട്വീറ്റ്. ട്വിറ്റർ വഴി 2 രാഷ്ട്രീയക്കാരെ കളിയാക്കിയ ഫ്ലൂസിൻ ബാപ്റ്റിസ്റ്റിനോട് കോടതി പറഞ്ഞത് എന്താണോ? 466 തവണ മാപ്പപേക്ഷ ട്വീറ്റ് ചെയ്യാൻ, കൂടാതെ പിഴ വേറെയും. ഫ്രാൻസിലാണ് ഈ രസികൻ ട്വീറ്റ് ശിക്ഷ നടപ്പിലാക്കിയത്. കേൾക്കടോ പാട്ട്. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിൽ ഉറക്കെ പാട്ട് വെച്ചവർക്ക് ഉഗ്രൻ ശിക്ഷയാണ് കൊളറാഡോയിലെ ഒരു ജഡ്ജി കൊടുത്തത്. താൻ തിരഞ്ഞെടുത്ത പാട്ടുകൾ നിർത്താതെ 1 മണിക്കൂർ കേൾക്കുക, അതും ഫുൾ വോള്യത്തിൽ. പാട്ട് ഉറക്കെ വെച്ച് ശല്യപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടിയപ്പോഴാണ് ജഡ്ജ് പാട്ട് ശിക്ഷ കൊണ്ടുവന്നത്. മെലഡി മുതൽ കുട്ടികളുടെ പരിപാടിയായ ബേണി ആൻഡ് ഫ്രണ്ട്സിലെ തീം മ്യൂസിക് വരെ ഉണ്ടായിരുന്നു ജഡ്ജിയുടെ പ്ലേലിസ്റ്റിൽ. കാറിനുള്ളിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചതിന് ആൻഡ്രൂ വാക്ടർ എന്നയാൾക്ക് കിട്ടിയ ശിക്ഷയും രസകരമായിരുന്നു. $35 പിഴ അടയ്ക്കുക. അല്ലെങ്കിൽ ബീതോവൻ, യൊഹാനൻ ബാക്ക്, ഷോപ്പൻ തുടങ്ങിയ മഹാസംഗീതജ്ഞരുടെ ക്ലാസിക്കൽ മ്യൂസിക് 20 മണിക്കൂർ കേൾക്കുക. 20 മണിക്കൂർ അതിനുവേണ്ടി ചെലവഴിക്കാൻ സമയമില്ലാത്തതിനാൽ വാക്ടർ പിഴയടച്ച് തടിയൂരി. പിസ്സ നികുതി വെട്ടിപ്പ് നടത്തിയ പിസ്സ കടയുടമയ്ക്ക് കോടതി 7 വർഷത്തെ തടവാണ് വിധിച്ചത്. പക്ഷേ ജയിൽ ശിക്ഷ ഒഴിവാക്കാം. എങ്ങനെയാണോ? തട്ടിച്ചെടുത്ത തുക തിരിച്ചടയ്ക്കുക. കൂടെ ദരിദ്രരെ സഹായിക്കുന്ന സിറ്റി മിഷൻ എന്ന സംഘടനയ്ക്ക് പിസ്സ സംഭാവന ചെയ്യുകയും വേണം. കഴുത മാർച്ച്. 2003 ഒഹിയോയില് 2 പേർ ഉണ്ണിയേശുവിന്റെ പ്രതിമ തകർത്തു. തമാശയ്ക്കാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. പുതിയ പ്രതിമ സ്ഥാപിക്കണം. കൂടാതെ സോറി ഫോർ ദ ജാക്കാസ് ഒഫൻസ് എന്നെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ച് നഗരം മുഴുവൻ നടക്കണം. കൂട്ടിനൊരു കഴുതയുണ്ടാവണം. തീർന്നില്ല. നടന്നു കഴിഞ്ഞാൽ 41 ദിവസത്തെ ജയിൽ ശിക്ഷയോ അനുഭവിക്കണം.